നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയും സംഘവും രണ്ട് കപ്പലിലായിട്ട് കടലിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല വലിയ തിരമാലകളെല്ലാം അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവർക്ക് അതൊന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ അതിലൊരു കപ്പൽ തകർന്നു വീഴുന്നു. മറ്റൊരു കപ്പലിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഉണ്ട്. അതുമല്ല ഹീറോയുടെ വാളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് വീഴാണ്. ഈ ഒരു കാര്യം ഹീറോ ഒരിക്കലും അറിയുന്നില്ല. അങ്ങനെ അവരുടെ ആ ഒരു കപ്പൽ തകർന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കണ്ണ് തുറക്കുമ്പോൾ ഒരു കടൽ കരയിലാണ് കിടക്കുന്നത്. അതുമല്ല കാണിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു ഞണ്ട് ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് ഒരു താടിക്കാരൻ നമ്മുടെ ഹീറോയെ വന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഹീറോയുടെ അമ്മാവനാണ്. അവന്റെ പേര് ഗ്രിം. അങ്ങനെ എഴുന്നേറ്റ് ഇവർ ചുറ്റിനെ നോക്കുമ്പോൾ ഇവര് വരാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലമല്ല, ഇതൊരു പക്ഷേ ഇവരുടെ ശത്രുക്കളുടെ രാജ്യമായിരിക്കും എന്നിവർ മനസ്സിലാക്കും. അങ്ങനെ കടലിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ, അവരെല്ലാവരെയും കരയിലേക്ക് എത്തിക്കുന്നതും അതിലൊരാളും മരിച്ചുപോയി. അതുമല്ല ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം കുറെ കൂടി കഴിയുമ്പോൾ കടലിലെ വെള്ളം കയറിയിട്ട് ഈ ഒരു ഭാഗവും വെള്ളം കൊണ്ട് മുങ്ങും. അതുകൊണ്ട് നമുക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ കൂടുതൽ ഒന്ന് രണ്ടുപേരും അത് സമ്മതിക്കില്ല. എന്നിരുന്നാലും വേറെ വഴിയില്ലാതെ എല്ലാവരും ഹീറോയുടെ പുറകെ ചെന്നിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു മലയുടെ മുകളിലേക്ക് പിടിച്ചു കയറുമ്പോൾ കൈ തെറ്റിക്കഴിഞ്ഞാല് താഴെ വീണിട്ട് തക്കാളി സോസ് ആവും. അങ്ങനെ പതിയെ ഓരോരുത്തരായിട്ട് കയറുമ്പോൾ അതിലൊരുത്തൻ പിടിവിട്ട് പെട്ടെന്ന് താഴേക്ക് വിടുന്ന സമയത്ത് ഗ്രിം എന്ന് പറഞ്ഞ ആ താടിക്കാരുണ്ടല്ലോ നമ്മുടെ ഹീറോയുടെ അമ്മാവൻ, അവൻ പെട്ടെന്ന് അവനെ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഒരു വിധത്തില് അതിന് മുകളിലേക്ക് കയറിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആഹാ, ആ ഒരു രാജ്യത്തെ പടയാളികൾ ഇപ്പോ കുതിരകളുമായിട്ട് ഈ ഒരു വശത്തേക്ക് വരുന്നു. അങ്ങനെ ഇവരവരെ കാണുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്റെ വാൾ എടുക്കാനായിട്ട് അരയിലേക്ക് കൈ പിടിക്കുമ്പോഴത്തേക്കും വാൾ അവിടെ കാണാനില്ല. അതാണെങ്കിൽ കടലിൽ വീണല്ലോ. അതുകൊണ്ട് തന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയുണ്ട്, അതും എടുത്തിട്ട് താഴെ കിടക്കുന്ന കല്ല് കമ്പ് ഇതെല്ലാം പറക്കി ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓടി വരുന്നവർ തന്നെ കല്ലുകൊണ്ട് ഒരു ഒറ്റ എറിഞ്ഞ് താഴെ കിട്ടിട്ട് ഹീറോയുടെ അമ്മാവ് ഗ്രിം ആണെങ്കിലും ഹൾക്കിനെ പോലെ അലറി വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇടിച്ചിടാണ്. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഹീറോയുടെ അമ്മാവനും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. അതുമല്ലാതെ ഇവരുടെ കൂടുതല് ഒരു ആർച്ചർ ഉണ്ട്. അവൻ ഏതായാലും നമുക്ക് ആർച്ചർ എന്ന് തന്നെ വിളിക്കാം. അവനാണെങ്കിലും വേറെ ലെവലില് ഇങ്ങോട്ട് വിടുന്ന അമ്പെല്ലാം കൈ കൊണ്ട് പിടിച്ചിട്ട് അത് തിരിച്ച് അവരുടെ നേർക്ക് തന്നെ വിടുന്നു. അങ്ങനെ അവനാണെങ്കിലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരുപാട് പേരെയും ഇവർ കൊന്നിരുന്നു. അതിലൊരുത്തൻ മാത്രം കുതിരയും കൊണ്ട് തിരിച്ച് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് ഒരാൾ മരിക്കുകയും ചെയ്തു. മറ്റൊരാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്കും പറ്റി അവൻ നടക്കാനും കഴിയുന്നില്ല. അവൻ വന്നിട്ട് പറയും, അപ്പോഴേക്കും ആ ഒരു പരിക്ക് പറ്റിയവൻ പറയുന്നുണ്ട്, ഇനി എന്നെ നിങ്ങൾ നോക്കണ്ട, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിക്കോ, എന്നെ കൊണ്ട് പോകാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ജോർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ കുറച്ച് കിളി പറന്ന് ഒരുത്തനാണ്. അവൻ വന്നിട്ട് പറയും, ഇവൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബാധ്യതയായിട്ട് മാറത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവനെ എടുത്തിട്ട് ഇവർ നടന്നു പോകുന്ന സമയത്താണ് ഇവരെ ആക്രമിക്കാനായിട്ട് വന്ന ആ ഒരു പടയാളികൾ അവിടെ ഒരു കുതിര വണ്ടി വിട്ടിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ചെന്ന് ആ ഒരു കുതിര വണ്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പെണ്ണ് ചാടി വന്നിട്ട് മുന്നിൽ തുറക്കുന്നവനെ ഒരു ഒറ്റ ഇടി. അപ്പൊ ഇവളെ സംരക്ഷിച്ചുകൊണ്ട് വന്നവരാണ് ആ ഒരു പടയാളികൾ. അങ്ങനെയാണെങ്കിൽ അപ്പോഴേക്കും ഇവരെല്ലാവരെയും നോക്കിയിട്ട് അവളുടെ വസ്ത്രരീതി ഇതെല്ലാം വെച്ച് അവർ മനസ്സിലാക്കും ഈ ഒരു രാജ്യത്തെ രാജകുമാരിയാണ് ഇവളെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി, നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശത്രുക്കളുടെ അടുത്തേക്കായിരിക്കും നമ്മൾ ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും തെക്ക് ഭാഗത്തേക്ക് പോവാം. അല്ല, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജോർഡൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കിളി പറന്നവരുണ്ടല്ലോ, അവൻ പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നതും ഹീറോ പെട്ടെന്ന് അവനെ തടഞ്ഞിട്ട്, ശരി, ഇവളെ വെച്ചിട്ട് നമുക്ക് എന്തായാലും അവരോട് വില വേശാം, എന്നിട്ട് അത്യാവശ്യം പണവും വാങ്ങി ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് ആ ഒരു രാജകുമാരിനെയും അവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് നമ്മുടെ മൂവിലെ ഹീറോയിൻ. അതുമല്ല ഇനി ഇപ്പൊ അധികം നേരം ഇവിടെ നിൽക്കേണ്ട, കാരണം ഇവളെ കാണാതായി കഴിഞ്ഞാൽ എന്തായാലും പടയാളികളെ ഒരുപാട് പേരെ ഇവിടേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ രാത്രി കാണിക്കുമ്പോൾ ഈ ഒരു രാജ്യത്തെ രാജാവിനെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിന്റെ അച്ഛൻ. അതുപോലെ അടുത്തിരിക്കുന്ന ആ ഒരു മുട്ടത്തലയല്ലേ, അവന് കെട്ടിച്ചുടുക്കാനായിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ ആ ഒരു പടയാളിയിൽ നിന്നും ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു വന്നല്ലോ. അവൻ ഓടി ഇവിടേക്ക് വന്നിട്ട് നടന്ന കാര്യം ഇങ്ങനെ പറയുന്നതും ഈ ഒരു രാജാവിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഏകദേശം ഒരു 5-6 പടയാളികൾ വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അപ്പോഴേക്ക് രാജാവ് പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ഒരു മുട്ടത്തലയനുണ്ട്. അവനാണ് നമ്മുടെ ഈ മൂവിലെ വില്ലൻ. അവന്റെ പേര് ഗുണ്ണർ, അക്ഷരം മാറ്റിയെന്നും പറഞ്ഞിടരുത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വില്ലൻ എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ അവന് സിഗ്നൽ കാണിക്കുമ്പോൾ ആ രക്ഷപ്പെട്ട് വന്നവനുണ്ടല്ലോ, അവന്റെ തല പിടിച്ചിട്ട് അടുത്തുള്ള തീയിലേക്ക് വെച്ച് അവിച്ചങ്ങ് വിടും. കുറച്ച് വൈക്കിങ്സ് വന്നിട്ട് നമ്മുടെ പടയാളികളെ മൊത്തം കൊന്നെന്ന് പറയാനായിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്നും പറഞ്ഞ് അവൻ എവിടെ വെച്ചങ്ങ് കൊല്ലാണ്. അപ്പോഴേക്കും നമ്മുടെ രാജാവ് വന്നിട്ട് വില്ലനോട് ചോദിക്കും, അല്ല, അവനിപ്പോ കൊന്നു, ഇനിയിപ്പോ ബാക്കി വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ വില്ലൻ പറയും, ഒരു പുണ്ണാക്കും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ആ വൈക്കിങ്സ് ഈ മല കയറി ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവര് വേറെ വഴിയില്ലാതെ ഇതിനകത്ത് വന്ന് പെട്ടുപോയതാണെന്ന് മനസ്സിലായി. അതുമല്ല രാജകുമാരനെ പിടിച്ചു വെക്കാൻ കാരണം നമ്മളോട് അവര് വില വീശാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ രാജാവ് പറയും, അങ്ങനെയാണെങ്കിൽ എന്റെ മകളെ അവരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിച്ചുകൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ നീ ചോദിക്കുന്നത് എന്ത് ഞാൻ നിനക്ക് തരും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാലോ. എവിടുന്നോ വന്ന കുറച്ച് പടയാളികള് എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്നോട് വില വീശുന്ന കാര്യം അയൽ രാജ്യത്തെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനം എന്താവും എന്ന് പറഞ്ഞിട്ട് രാജാവ് ഇവരുടെ കൂട്ടത്തിലുള്ള നല്ല ആയുധ പരിശീലനം നേടിയ പടയാളികളെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ടീമിനെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരുപാട് ദൂരം നടന്ന് രാത്രിയിൽ ഒരിടത്ത് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കാണ്. നല്ലതുപോലെ എല്ലാവരും ഉറങ്ങുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിൻ ഇവരെ നോക്കിയിട്ട് പറയും, നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവാണ്.
എന്നെ ഇപ്പൊ തന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ജോർജ് പറയും, നിന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ആ ഒരു പണം കിട്ടും, പണം കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ആ ഒരു ഫ്രീഡം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നതും ഇവരുടെ കൂട്ടത്തില് ആ ഒരു വയ്യാണ്ടിരിക്കുന്നുണ്ടല്ലോ അവൻ ഇപ്പോഴും പറയുന്നുണ്ട്, പ്ലീസ് എന്നെ വിട്ടിട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഒരിക്കലും നിന്നെ ഇവിടെ വിട്ടിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സ്ഥലത്ത് വൈദ്യന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ഇവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ വില്ലനും ടീമാണെങ്കിലോ വില്ലനും വില്ലന്റെ അനിയനും കൂടി ചേർന്നിട്ട് ഇവരുടെ ഈ ഒരു രാജ്യത്ത് തന്നെ ബെസ്റ്റ് അസാസിയന്മാരുണ്ടല്ലോ അവരെല്ലാവരെയും കൂട്ടി കുതിരപ്പുറത്ത് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു വയ്യാതായവനെ എടുത്തോണ്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഒരു ചെറിയ അവനെ കിടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു കാര്യം ഉണ്ടാക്കി അതിൽ കിടത്തിയാണ് എടുത്തോണ്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും ഒരുപാട് ദൂരം പോകുന്ന സമയത്ത് ഇവിടെ ആ ഒരു വില്ലനും പടയാളികളും ഇവരാദ്യം ഫൈറ്റ് ചെയ്തല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. സ്ഥലത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഏതൊരു ദിശയിലേക്കായിരിക്കും അവർ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു ദിശയിലേക്ക് അവരെ ഫോളോ ചെയ്ത് വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ടീമും ഇപ്പോൾ ഒരുപാട് ദൂരം നടന്ന് ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വരികയാണ്. ആ ഒരു ഗ്രാമമാണെങ്കിൽ മൊത്തത്തിൽ നശിച്ചു കിടക്കുന്നു. അതേസമയം ഹീറോയിൻ അവിടേക്ക് വന്ന് താഴെ കൈവച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ മുഴുവനായിട്ടും രക്തം പറ്റിയിരിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഈ ഒരു വശത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്, അത് ആപത്താണെന്ന് പറയുമ്പോൾ ആ കിളി പറഞ്ഞ ജോർജ് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് അത് പറയാൻ നീ ആരാ വല്ല ജോത്സ്യനോ മറ്റാണോ എന്ന് പറഞ്ഞിട്ട് അവളോട് വീണ്ടും മോശമായിട്ട് പെരുമാറാനായിട്ട് വരുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവനെ തടഞ്ഞിട്ട്, ദേ ഞാനാണിപ്പോൾ നിങ്ങളുടെ കമാൻഡർ, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ എന്ന് പറയുന്നത്. നീ എന്താടാ വലിയ കമാൻഡർ, നിന്റെ അച്ഛൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞേനെ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ എന്നെല്ലാം പറയുന്നതും അവൻ പെട്ടെന്ന് അവൻ്റെ കത്തിയെടുത്ത് നമ്മുടെ ഹീറോയുടെ കഴുത്തിലേക്ക് വെക്കുന്നു. അത് കാണുമ്പോൾ ബാക്കി എല്ലാവരും അമ്പും അതേപോലെ തന്നെ കത്തിയൊക്കെ ആയിട്ട് ജോർജിനെ കൊല്ലായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഇവരെല്ലാവരും ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്ന് ഇങ്ങനെ ഓടുന്നതും നമ്മുടെ ആർച്ചർ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ആ ഒരു അമ്പെടുത്ത് അവളുടെ മുന്നിലേക്ക് അങ്ങനെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് അവൾ എന്തായാലും ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് ഹീറോ പറയും, ഇനി ഇതുപോലെ ചെയ്തു പോരുത് എന്ന് വാണിംഗ് എല്ലാം കൊടുത്ത് അവളെയും പിടിച്ചിങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഇവിടെ നടന്നു പോകുമ്പോൾ അടുത്തൊരു വലിയ കാടാണ്. ആ ഒരു കാടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ അതിനകത്ത് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അങ്ങനെ ഇവരായാലും വേറെ വഴിയില്ലാതെ കാടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചെറിയതായിട്ട് പേടിച്ചിട്ട് പെട്ടെന്ന് നീ ആരാടാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മണ്ടന്മാരെ നീയൊക്കെ എൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു, നീയൊക്കെ ആരുടെ എന്നിങ്ങനെ അവൻ ചോദിക്കുന്നതും നമ്മുടെ ഹീറോ പറയും, ഞങ്ങളെല്ലാവരും വൈക്കിങ്സ് ആണ്. അല്ല നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ കൊള്ളയടിക്കുന്നത് പതിവാണ്. പക്ഷെ ഈ ഒരു കാട്ടിൽ നിങ്ങൾക്ക് കൊള്ളയടിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവന്റെ പേര് കോണൽ എന്നാണ്. എന്തൊക്കെ പേരാണല്ലേ, കോണലി, ഗുണ്ണർ. അപ്പോൾ അവൻ എന്തായാലും നമുക്ക് ജോർദൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ ജോർദനോട് ചോദിക്കും, ഞങ്ങൾക്ക് ഈ ഒരു രാത്രി താമസിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു വഴി നീ പറഞ്ഞു തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഈ വയ്യാണ്ട് എടുക്കുന്ന ഒരുത്തനാണല്ലോ അവൻ്റെ അടുത്ത് ഈ ഒന്നിങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഇനി അധികം നേരം അവൻ ജീവിച്ചിരിക്കത്തില്ല, നല്ല ഇതിൽ അവന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ കിടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം വേണം. അങ്ങനെ അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയെ നോക്കുന്നതും താഴെ ഒരു കാക്ക ചത്തിട്ട് അത് അഴുകുന്നത് കാണുന്നതും അവിടെ പെട്ടെന്ന് പറയും, ഇതൊരു നല്ല സ്ഥലമല്ല, നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കാടിനകത്ത് നിന്ന് ഒരുത്തം വന്ന് നമ്മുടെ ഹീറോയിൻ അങ്ങനെ പിടിക്കുകയാണ്. വേറെ ആരുമല്ല, ഈ കാട്ടിൽ വസിക്കുന്ന കാട്ടുവാസികളാണ്. എന്നിട്ട് അവർ പറയും, മര്യാദയ്ക്ക് നിങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വയ്ക്കാൻ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ എല്ലാവരോടും ആയുധങ്ങൾ താഴേക്ക് വയ്ക്കാൻ പറയണം. അപ്പോഴേക്കും നമ്മുടെ ആർച്ചർ മാത്രം ആ ഒരു അമ്പ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് അവൻ്റെ ആയുധം താഴെ വയ്ക്കാൻ പറ എന്ന് പറയുന്നതും ഹീറോ തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞിട്ടില്ലേ ആയുധം അങ്ങ് താഴെ വയ്ക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരുത്തൻ അവന് തലയിലേക്ക് അമ്പ് വിട്ടു കൊടുക്കും. അപ്പോഴേക്കും അവന്മാര് ബഹളം വെച്ചിട്ട് ഓടി വരുന്നത് നമ്മുടെ ഹീറോ ആ ഒരു ആയുധം എടുക്കാൻ നിൽക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ജോർദൻ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു മൂർച്ചയുള്ള കമ്പുണ്ട് ആയുധം അത് വെച്ചിട്ട് എല്ലാവരെയും കൊല്ലുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ ടീമും അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്. അതേസമയം ആ ഒരു കാട്ടുവാസികളെല്ലാം അവിടെ നിന്ന് പേടിച്ച് ഓടുകയും ചെയ്യാണ്. എന്നിട്ട് ജോർദൻ ആ ഒരു കമ്പ് എടുത്ത് നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം വേണമെങ്കിൽ എന്നോടൊപ്പം വാന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകുന്നതും വേറെ വഴിയില്ലാതെ ഇവരും അവൻ്റെ കൂടെ തന്നെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ജോർദൻ നടന്ന് മലയുടെ മുകളിലുള്ള ഒരു ടവറിനടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ അവൻ നേരെ ഡോറ് തുറന്ന് അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് ഒരുപാട് ആയുധങ്ങൾ, ഇവന്റെ കയ്യിലില്ലാത്ത ആയുധങ്ങൾ പോലുമില്ല. ഇത് കണ്ട് ഗ്രിം ആണെങ്കിലും പെട്ടെന്ന് ഇതെന്താ മ്യൂസിയമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതെല്ലാം നിങ്ങളെപ്പോലെ എന്നെ എതിർക്കാൻ വന്ന ആളുകളുടെ ആയുധങ്ങളാണ്, അവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ലാന്ന് പറയുന്നതും നമ്മുടെ ഹീറോയിൻ ടീം ചെറുതായിട്ടൊന്ന് പേടിക്കും. എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കുകയാണ്. അതുമല്ല പരിക്ക് പറ്റിയ അവനാണെങ്കിൽ ജോർദൻ മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ജോർദൻ ഹീറോയിന്റെ ഡ്രസ്സിലെ ആ ഒരു രാജപരമ്പരയ്ക്കുള്ള ആ ഒരു സിമ്പൽ കാണുന്നതും അവൻ അപ്പോഴേ പറയും, ഇന്ന് രാത്രി മാത്രമേ നിങ്ങളിവിടെ താമസിക്കാവൂ, നാളെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നതും നമ്മുടെ ഹീറോയുടെ ടീം ഇതുവരെയും അവനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങണ്ട, ഒരാൾ കാവലിരിക്കണമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നതും ഇവിടെ കാണിക്കുമ്പോൾ അതേസമയം ഇവിടെ രാത്രി നമ്മുടെ വില്ലനും ടീമും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അവർ ഒരിടത്ത് തങ്ങിയിട്ട് അവനും അവൻ്റെ അനിയനെ സംസാരിക്കുമ്പോൾ അവൻ്റെ അനിയൻ പറയും,
അല്ല ചേട്ടാ, ഒരുപക്ഷെ അവര് നമ്മുടെ രാജകുമാരിയെ കൊന്നു കഴിഞ്ഞാല് അപ്പോൾ അവര് വില്ലൻ പറയും അവളെ കൊന്നാലിപ്പോ എന്താ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ രാജാവ് എന്തായാലും വയസ്സായി. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഭരിക്കാൻ പോകുന്നത് ഇവളും പിന്നെ അവിടെയുള്ള ആ ഒരു മൊട്ടത്തലയൻ അവളുടെ ഭർത്താവും കൂടിയായിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവളെ കൊന്നാലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്കായിട്ടുള്ള പാരിതോഷികം എന്തായാലും രാജാവ് തരും. അതുകൊണ്ട് നാളെ നമ്മുടെ പടയാളികളോട് നമ്മുടെ രാജാവ് തന്നെ രാജകുമാരിയെ കൊല്ലാനായിട്ട് ഉത്തരവിട്ടു എന്ന് പറയാം എന്നുള്ള രീതിയിൽ ഇവർ പ്ലാൻ ചെയ്യുന്നു. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ജോർദൻ വന്നിട്ട്, അല്ല വടക്ക് വശത്തുള്ള നിങ്ങൾ എന്തിന് ഈ ഒരു സ്ഥലത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കഥ അവൻ പറയുന്നത്. അവരുടെ രാജ്യത്ത് വൈക്കിങ്സ് ഇവരെ അവരിൽ നിന്നും അകറ്റി നിർത്തുമായിരുന്നു. അത് കാരണം ഇവരെല്ലാവരും കപ്പലിൽ മറ്റൊരു വൈക്കിങ്സ് ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് അത് തകർന്ന് എല്ലാവരും ഈ ഒരു ദ്വീപിൽ പെട്ടുപോയി. അപ്പോൾ അവൻ പറയും, ഓക്കെ അതെല്ലാം ശരി, ഈ ഒരു പെണ്ണെ എന്തിനാണ് നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത്? ഇവൾ ആരാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെല്ലാം എനിക്കറിയാം, അവളെ വെച്ചിട്ട് പണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതും അവൻ പറയും, പണവും ഇപ്പൊ കിട്ടിയത് തന്നെ ആ രാജാവ് ആരാണെന്ന് നിനക്കറിയത്തില്ല. ഇപ്പൊ തന്നെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് പടയാളികളെ ഇവിടേക്ക് വിട്ടു കാണും. അതുകൊണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് പറയുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ വില്ലൻ ടീമും ഇപ്പോൾ ഇവർ കയറി ആ ഒരു കാടിനുള്ളിലേക്ക് എത്തി. അതേസമയം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ഒരു കാട്ടുവാസി ഉണ്ടല്ലോ അവനെ ഇവർ പിടിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അവനോട് ചോദിക്കുന്നത്, ഇന്നലെ ഈ ഒരു വഴിക്ക് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നീ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലാതെ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചെയ്യാം, സത്യം പറയേ. അതേ, കണ്ടു, കുറച്ച് പേര് വന്നിരുന്നു. അല്ല അവരോടൊപ്പം ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ, ഒരു പെണ്ണുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് അവർ ഏത് ദിശയിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ആ ഒരു മലയുടെ മുകളിലേക്കാണ് പോയത്, ആ ഒരു ടവറിനുള്ളിലായിരിക്കും എല്ലാവരും ഉള്ളത് എന്നെല്ലാം പറയുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് ഇവനെ വെറുതെ വിടാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവന്റെ കഴുത്തിലേക്ക് വാളിറക്കി നമ്മുടെ വില്ലൻ അവനെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ ജോർദൻ, ഹീറോയിൻ, ഇവർ മൂന്നുപേരും ആ ഒരു വയ്യാതെ കിടക്കുന്നിടത്തുണ്ടല്ലോ അവനിങ്ങനെ മരുന്നെല്ലാം വെച്ചിട്ട് അവനിങ്ങനെ സംരക്ഷിക്കുകയാണ്. അതേസമയം താഴെ ബാക്കിയുള്ളവർ ആഹാരം എല്ലാം കഴിക്കുന്നു. അപ്പോഴേക്കും ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനെ പോലെ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ താഴേക്ക് വന്ന് എല്ലാവരും റെഡിയാവും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നും പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആ ഒരു വില്ലനും പടയാളികളും കുതിരപ്പുറത്ത് ഈ ഒരു ടവറിനടുത്തേക്ക് നല്ല വേഗതയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ജോർദനും നടക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഇവരുടെ നാട്ടിലെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ചതി നടന്നു. അതിൽ നമ്മുടെ ഹീറോയുടെ അച്ഛനെ അവിടെയുള്ള വൈക്കിങ്സിലെ ഒരു രാജാവ് കൊല്ലുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവന്റെ അച്ഛന് വിശ്വാസമുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് ഈ ഒരു കപ്പലിൽ യാത്ര ചെയ്യുമായിരുന്നു. അതുപോലെ ഇവരെല്ലാവരെയും പിടിക്കുന്നവർക്ക് അവരെന്തോ പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തത്. അതേസമയം ആ ഒരു ആർച്ചർ അവിടേക്ക് വരുന്നു ഇവരുടെ അടുത്തേക്ക്. അവന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം വയ്യാന്ന് കിടന്നല്ലോ വെറുതെ, അവനിപ്പോൾ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ വിഷമത്തോടെ തന്നെ അവന്റെ ശരീരം അവിടെ വെച്ച് കത്തിച്ച് ഇനിയിപ്പോൾ നമ്മൾ എവിടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു മൊട്ടത്തലയും വില്ലനും അവന്റെ ആളുകളും ഇവിടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ ജോർദൻ പറയും, ശരി എല്ലാവരും അകത്തേക്ക് കയറാൻ പറയും. അപ്പോൾ ഹീറോ പറയും, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മളെ എന്തായാലും കൊല്ലുമെന്ന് പറയുന്നതും ഞാൻ പറയുന്നത് കേൾക്ക് അകത്തേക്ക് കയറുമെന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് വിട്ടിട്ട് ഈ പടയാളികളെല്ലാം ആ ഒരു ടവറിന്റെ ചുറ്റിനും വന്ന് നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ജോർദൻ തീ കൊണ്ടുവന്നിട്ട് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ആ ഒരു തീ എടുത്ത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടവറിന് ചുറ്റുമായിട്ട് നല്ല രീതിയിൽ തീ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പടയാളികൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ കഴിയത്തില്ല. അപ്പോഴേക്കും ആ ഒരു മൊട്ടത്തലയൻ വില്ലൻ കൂടെയുള്ള ഒരുത്തരെ പിടിച്ചിട്ട് മര്യാദയ്ക്കകത്തേക്ക് കയറിപ്പോ എന്നും പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞു വിടുന്നതും ഇവൻ പതിയെ പേടിച്ച് ആ ഒരു തീയിലൂടെ നടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ദേഹം മുഴുവനായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലുള്ള തീയെടുത്ത് ഈ ഒരു ടവറിന് മുകളിലേക്ക് ഒരു ഒറ്റയേറ് എന്നിട്ട് അവനോടി അകത്തേക്ക് കയറുമ്പോൾ ഇവർ പെട്ടെന്ന് അവനെ പിടിച്ച് അകത്തേക്ക് ആക്കിയിട്ട് നീ ആരാണെന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞങ്ങൾ ഈ ഒരു രാജകുമാരിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. രാജാവ് തന്നെ പറഞ്ഞിരുന്നു രാജകുമാരിയെ കൊല്ലാനായിട്ട്. ആ ഒരു ഉത്തരവ് പ്രകാരമാണ് ഞങ്ങളെല്ലാം ഇവിടേക്ക് വന്നതെന്ന് പറയുന്നതും ഹീറോയിൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളൊരു കത്തി എടുത്ത് വെച്ചിട്ട് കള്ളം പറയത് ഞാനിത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ടവറിന് മുകളിൽ തീ പിടിച്ചത് കൊണ്ട് ഇത് പതിയെ തകരാനായിട്ട് തുടങ്ങാണ്. അപ്പോഴേക്കും പേടിച്ചിട്ട് ആ ഒരു പടയാളി നമ്മുടെ ഹീറോയിൻ അങ്ങനെ പിടിക്കുന്നതും അവളുടെ കത്തിയാണെങ്കിൽ അറിയാതെ അവന്റെ വയറിലേക്ക് കയറി പോയി അവൻ അവിടെ വെച്ച് മരിക്കുന്നു. അപ്പോഴാണ് ഒരു സ്ഥലത്ത് കൈവയ്ക്കുമ്പോൾ അവളുടെ കയ്യിൽ രക്തം പറ്റിയിരുന്ന് കണ്ടിരുന്നല്ലോ. ആ ഒരു കാര്യം അവൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. അങ്ങനെ ടവറും പതിയെ പൊളിയാൻ തുടങ്ങുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു കിളി പറഞ്ഞവൻ പെട്ടെന്ന് പറയും, ഇവന്റെ വാക്ക് കേട്ട് ഇതിനകത്ത് കയറി നമ്മളെല്ലാവരും ഇപ്പോൾ മരിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ജോർദൻ പറയണ്ട മരത്തിലേ ഒന്ന് അടങ്ങ് ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു ചാക്കെടുത്ത് ഇങ്ങനെ മാറ്റുമ്പോൾ അതിനടിയിലൂടെ ഒരു വഴിയുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് എല്ലാവരെയും കയറാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും അതുവഴി അകത്തേക്ക് കയറുന്നത് പെട്ടെന്ന് ഈ ഒരു ടവർ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വന്ന് വീഴാണ്. അങ്ങനെ തീയെല്ലാം അണഞ്ഞിട്ട് നമ്മുടെ വില്ലനും ടീമും അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആരുടെയും ശരീരം അവിടെ കാണാനില്ല. ചേടാ ഇതെന്ത് കൂത്ത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വില്ലന്റെ കൂടെ ഒരു പരുന്നുണ്ട്. അത് പറന്നു വന്ന് ആ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ടല്ലോ അതിന് മുകളിലായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അടിയിലൂടെ വഴിയുണ്ടെന്ന്.
അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവരോട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ അസാസിയന്മാരെയാണ് ഇവിടേക്ക് അയച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ ഒരു കിളി പറന്നവൻ പെട്ടെന്ന് പറയും, ഇവള് പറഞ്ഞത് ശരിയാണ്, എന്തായാലും ഇവളെ കൊണ്ടുകൊടുത്തിട്ട് ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തായാലും പണം വാങ്ങിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ റിസ്ക് എടുക്കാതെ അവരുടെ കയ്യിൽ ഇവളെ ഏൽപ്പിച്ച് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എടാ മണ്ടത്തരം പറയാതെ, അവളുടെ അച്ഛൻ പണം തന്നില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇവളെ വെച്ചിട്ട് പണം വാങ്ങിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് വീണ്ടും ഇവർ ഉള്ളിലേക്ക് നടന്നു പോകാൻ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്, ഷെടാ ഇപ്പൊ ആരുടെ കയ്യിലാണ് വന്ന് പെട്ടുപോയതെന്ന്. അങ്ങനെ ഇവർ ഒരുപാട് ദൂരം നടന്നിട്ട് ഈ ഒരു ഗോയ്ക്കകത്തേക്ക് ചെല്ലുമ്പോൾ തീപ്പന്തത്തിന്റെ വെളിച്ചത്തില് ചുമരിൽ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ജോർദാൻ പറയും, ഇത് ഡെൻലാൻഡിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറയുന്നതും എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കുന്ന കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് വൈക്കിങ്സ് താമസിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജോർദാൻ താഴെ ഇരുന്ന ഒരു കത്തി എടുത്തിട്ട് മാപ്പ് ഇങ്ങനെ വരയ്ക്കാണ്. ഇവിടെ നിന്ന് തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെൻലാൻഡിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, ആ വഴി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 നാടുകൾ കഴിഞ്ഞു വേണം പോകാനായിട്ട്. അവിടെയാണെങ്കിലോ ഈ ഒരു രാജ്യത്തെ രാജാവിന്റെ ഏറ്റവും വലിയ പടയാളികളുണ്ട്. ആ ഒരു പടയാളികളെ നശിപ്പിക്കാനായിട്ട് ആരെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ട്. അതാണ് ഈ ഒരു 3 നാടുകളും ചേർന്നുള്ള ആ ഒരു കടല്. നമ്മളൊരു ബോട്ട് എടുത്ത് അതുവഴി ചുറ്റിപ്പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ കണ്ടുപിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വൈക്കിങ്സിലേക്ക് ചെല്ലാന്ന് പറയുന്നതും ഇവൻ പറയുന്ന കാര്യങ്ങളെന്ന് നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള ആരും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇവൻ നമ്മളെ ഒരുപക്ഷെ ചതിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതല്ല ചെയ്യുന്നത്. ഇവന് വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ഇവന് നമ്മൾ നേരത്തെ തന്നെ ചതിച്ചുകൂടായിരുന്നു, ഇത്രയും റിസ്ക് എടുത്ത് അവൻ ഇവിടെ വരെ നമ്മളെ രക്ഷിച്ചുകൊണ്ട് വന്നു, അങ്ങനെയാണെങ്കിൽ ഇവനെ തന്നെ വിശ്വസിക്കണം എന്നും പറഞ്ഞ് ഇവരെയും കൂട്ടി അവന്റെ പുറകെ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ഇവർ ആ ഒരു ഗുഹയുടെ വെളിയിലേക്ക് വരുന്നതും നമ്മുടെ ജോർദനും അവന്റെ ടീമിലുള്ള ആളുകളും ചേർന്നിട്ട് ചെറിയ രീതിയിൽ വഴക്കുണ്ടാവുന്നു. അപ്പോൾ ഹീറോയും പറയും, നമ്മളെ കൊല്ലാൻ വരുന്നവന്മാർ പോലും ഇത്രയും പ്രശ്നമില്ല, എന്നിട്ട് വെറുതെ നിങ്ങളാണെന്ന് വഴക്കുണ്ടാക്കുന്നു. ഒരു കാര്യം ഓർമ്മ വെച്ചോ, അവർ കുതിരയിലാണ് വരുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ നമ്മളുടെ അടുത്തേക്ക് എത്തും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ നടന്നു പോകുന്നത് നമ്മുടെ മൊട്ട വില്ലനാണെങ്കിലും അവന്റെ പരുന്തിനെ വിട്ട് ഇവരേത് വഴിയാണ് പോകുന്നതെന്ന് ആ ഒരു ദിശ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അത് ഫോളോ ചെയ്ത് ഇവരും പുറകെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അതുമല്ല ഒരു വലിയ പുക കാട് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അപ്പുറത്തേക്ക് ചെല്ലേണ്ടത്. അങ്ങനെ അതിനകത്തൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഒരു ഡ്രസ്സിന്റെ ഭാഗം അവിടെ മരത്തിൽ കീറിയിരിക്കുന്നത് അവരിങ്ങനെ കാണും. അതുമല്ല കുറച്ച് കാൽപ്പാടുകളും കാണുന്നുണ്ട്. അപ്പോൾ പറയും, ദേ ഇത് തന്നെയാണ് ആ വഴി, എല്ലാവരും അവിടേക്ക് പോകുന്നു പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ വില്ലന്റെ അനിയന് എന്തോ ഒരു സംശയം, ഒരുപക്ഷെ ഇത് എന്തെങ്കിലും കെണിയായിരിക്കോ എന്നെല്ലാം പറയുന്നതും ആയിരിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പാറയുണ്ട്, അത് ചാടി കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ കുതിരയും കൊണ്ട് നേരെ ചാടുന്നതും അപ്പുറത്തൊരു കുഴിയായിരുന്നു, അതിൽ ഇവർ കെണിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ ഒരു കുതിരയും പടയാളിയും വീണിട്ട് 2 പേരും തീർന്നു. അങ്ങനെ ഇവർ വന്ന് നോക്കിയിട്ട് ആ ഒരു പടയാളിയെ രക്ഷിക്കാൻ നിൽക്കുകയല്ല, അവനെയും കഴുത്തെടുത്ത് കൊന്ന് ഇനിയും മുന്നോട്ടെന്നും പറഞ്ഞ് വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോൾ നമ്മുടെ ടീമാണെങ്കിൽ ഒരു തുറസായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറച്ച് ദൂരമായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണുന്നു. അപ്പോൾ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇങ്ങനെ സ്പീഡിന് പോവാണ്. അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വില്ലനും ടീമും കാണുകയും ചെയ്യുന്നു. എന്നിട്ട് അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും നല്ല സ്പീഡിന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ആർച്ചർ മാത്രം കുറച്ച് ദൂരെയായിട്ട് ഇവരുടെ പുറകിൽ നിന്നിട്ട് കുതിരയിൽ വരുന്നവരെ ഓരോരുത്തരെയായിട്ട് അമ്പ് ചെയ്തിങ്ങനെ കൊല്ലാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ടീം ഓടി ഓടി ആ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്താറായി. ആ ഒരു സമയത്ത് നമ്മുടെ ആർച്ചറും ഓടി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി എല്ലാവരും മുകളിലേക്ക് കയറ് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നു. പുറകിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനും പതിയെ കയറും. അങ്ങനെ മുകളിലേക്ക് കയറുന്ന സമയത്താണ് ഹീറോയിന്റെ കാല് വഴുതിയിട്ട് അവള് നേരെ താഴേക്ക് വന്ന് വീഴാണ്. അപ്പോൾ ഹീറോ പറയും, എന്നെ നോക്കണ്ട, നിങ്ങൾ മുകളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹീറോ പറയും, എന്നെ നോക്കണ്ട, നിങ്ങൾ മുകളിലേക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞ് എല്ലാവരെയും മുകളിലേക്ക് പറഞ്ഞു വിട്ട് ഹീറോയിനെ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് താഴേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ വില്ലൻ ടീമും ഇവരെ ചുറ്റി വളഞ്ഞു. എന്നിട്ട് ഹീറോയോട് ചോദിക്കും, എന്താ നീയാ, നിന്റെ ആളുകൾ നിന്നെ വിട്ടിട്ട് പോയോ, ശരി അവളെ എങ്ങത്താ എന്നും പറഞ്ഞ് ഹീറോയിനെ ചോദിക്കുമ്പോൾ ഹീറോ ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പോഴേക്കും ഇവർ വാളെല്ലാം ഊരി അങ്ങനെ കൊല്ലാനായിട്ട് വരുന്നതും മുകളിൽ നിന്നും പാറക്കല്ലുകൾ താഴേക്ക് വന്ന് വീഴാണ്. എന്താ വെച്ചാൽ നമ്മുടെ ടീം ഉണ്ടല്ലോ, അവര് പാറക്കല്ല് ഇറക്കി താഴേക്ക് എറിയാണ്. അപ്പൊ അത് ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും പാറയുടെ ഇടയിലായിട്ടെല്ലാം ഒളിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിനും മുകളിലേക്കും കയറുന്നു. അപ്പൊ നമ്മുടെ മുട്ടവില്ലാൻ പറയും, ഓക്കെ ഇപ്പൊ എന്തായാലും മുകളിലേക്ക് കയറണ്ട, അവരവിടെ നിന്ന് പോട്ടെ, എന്നിട്ട് മാത്രം മുകളിലേക്ക് കയറിയാൽ മതി എന്ന് പറയുന്നതും മുകളിൽ കയറിയിട്ട് നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകണ്ട, പോയി കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് കയറും, അതുകൊണ്ട് ഒരാള് അവരെ തടയാൻ വേണ്ടി ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ ആർച്ചറിനോട് ഇവിടെ നിൽക്കാൻ പറയാണ്. എന്നിട്ട് പറയും, ഞങ്ങളെല്ലാം പോയിട്ട് ആ ഒരു ബോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, നീ ഇവിടെ തന്നെ അവർ മുകളിലേക്ക് കയറാതെ എല്ലാവരും തടഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് നമ്മുടെ വില്ലന് മനസ്സിലായി ഇനി മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല, വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവരും അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് നേരം കഴിഞ്ഞ് രാത്രിയാവുന്നതും നമ്മുടെ ആർച്ചറിന്റെ അടുത്തേക്ക് മറ്റൊരുത്തം വന്നിട്ട്, നീ ഒരുപാട് നേരമില്ല ഇങ്ങനെ നിൽക്കുന്നു, ഇനി ഞാൻ നിൽക്കാം, നീ പോയിട്ട് എന്താണ് സംഭവിച്ചെന്നല്ല നോക്ക് എന്നും പറഞ്ഞ് ആർച്ചറിനെ പറഞ്ഞു വിട്ടിട്ട് അടുത്ത ഒരുത്തൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം കാടിനകത്തേക്ക് കയറി നമ്മുടെ ഹീറോയിൻ ടീമും അതിനകത്തേക്ക് കയറിയിട്ട് ഈ മരം, കമ്പ്, കല്ല് എല്ലാം വെച്ചിട്ട് ഒരുപാട് കെണികള്, ട്രാപ്പ് ഇങ്ങനെയെല്ലാം
ഒരുപാട് ട്രാപ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അവർക്ക് ഒക്കുന്ന രീതിയിൽ പല രീതിയിലും ട്രാപ്പുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്നതും എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മുടെ ജോർദാൻ മാത്രം അവന്റെ ആയുധം വെച്ച് ഇങ്ങനെ പരിശീലിക്കുന്നു. അപ്പോൾ ഹീറോ വന്നിട്ട് അവനോട് സംസാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജോർദാൻ അവന്റെ കഥ എന്താണെന്ന് പറയുന്നത്. ഇവനും ഈ ഒരു രാജ്യത്തെ ഒരു ദളപതിയായിരുന്നു. അങ്ങനെ വൈക്കിങ്സിനും ഇവർക്ക് നടന്ന ഒരു യുദ്ധത്തില് ഇവൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ രാജാവ് പറഞ്ഞു അവരായിട്ട് സമാധാന ചർച്ച ചെയ്യാം, അതുകൊണ്ട് കുറച്ചുപേരെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞ് ഇവനോട് പറയുന്നത്. ഇവനും അതുപോലെ സമാധാനമായിട്ട് സംസാരിക്കാൻ വേണ്ടി വൈക്കിങ്സുമായിട്ട് ഒരിടത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നതും ഈ രാജാവ് ഒരു ചതി ചെയ്യും. ഒരുപാട് അമ്പുകൾ വിട്ടിട്ട് ആ ഒരു വൈക്കിങ്സിനെ എല്ലാം അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ തന്നോട് ഇത്രയും ചതി കാണിച്ച ആ ഒരു രാജാവിനോട് ദേഷ്യം കാരണം നമ്മുടെ ജോർദാൻ ആ ഒരു ആർമിയിൽ നിന്നും തന്റെ ജോലി കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഈ ഒരു മലയുടെ താഴെ വന്ന് താമസിക്കുകയായിരുന്നു. അവിടെയാണ് ഇവർ വന്നിട്ട് അവന്റെ സമാധാനം കളഞ്ഞത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അതേസമയം ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ വില്ലനും ടീമും അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ആക്ഷനും ഇല്ല, ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ല. അതേസമയം മുകളിൽ കാണിക്കുമ്പോൾ ഇവിടെ കാവലിന് വന്നിരുന്നവൻ കൂർക്കം വലിച്ച് നല്ല ഉറക്കം. അപ്പൊ ഇതാണ് അവസരം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് അവനെ പുറകിലൂടെ കുത്തി കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് ഒരു പാറക്കല്ലെടുത്ത് താഴേക്കിട്ട് അവർക്ക് സിഗ്നൽ കൊടുക്കുന്നതും ഇവരെല്ലാവരും രാത്രി തന്നെ മുകളിലേക്ക് കയറാണ്. അത് കഴിഞ്ഞിപ്പോൾ രാവിലെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവൾ എന്തോ ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഇവിടെ ആരോ വന്നെന്ന് മനസ്സിലാക്കി അവൾ നോക്കുന്നതും അതിനകത്തേക്ക് വില്ലനും ടീമും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരായാലും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് രക്ഷപ്പെടാനായിട്ട് അവിടെ കാവലിനിരിക്കുന്നവനെ വിളിക്കണമല്ലോ. അവനെ വിളിക്കാനായിട്ട് ഒരുത്തൻ അവിടേക്ക് ഓടി ചെല്ലുമ്പോൾ നമ്മുടെ ആർച്ചർ വന്ന് അവനെ തടഞ്ഞിട്ട് അവൻ മരിച്ചുപോയി. നമുക്ക് എന്തായാലും പ്രതികാരം ചെയ്യണം, പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഓടി ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഒരു അമ്പെടുത്ത് ആർച്ചറിന്റെ നേർക്ക് വിടുന്നു. കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന്റെ പുറകെ ഒരു പടയാളി വരുന്നുണ്ടായിരുന്നു. അവന്റെ നെഞ്ചിലേക്ക് കൊണ്ട് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നതും അവനാണെങ്കിലും മരിക്കുന്നതിന് മുന്നേ അവന്റെ പുകറ്റിൽ നിന്നൊരു കത്തിയെടുത്ത് നമ്മുടെ ആർച്ചറിന്റെ കാലിലേക്ക് ഒരു ഒറ്റയേറ്. ദേഷ്യം കാരണം നമ്മുടെ ആർച്ചർ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ വാളെടുത്ത് അവന്റെ വയറിലേക്ക് കുത്തി അവനിപ്പോൾ പൂർണ്ണമായിട്ട് കൊല്ലാണ്. അപ്പോൾ ബാക്കിയെല്ലാ വില്ലന്മാരും ഇതിനകത്തേക്ക് ഓടിക്കയറുന്നതും നമ്മുടെ വില്ലന്റെ അനിയൻ ഇതിനകത്ത് ഒരുപാട് കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കും. എന്നിട്ട് ഇവരോട് പറയും. പക്ഷേ ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് ആ ഒരു ട്രാപ്പുകൾ വന്നിട്ട് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊല്ലാണ്. ഇവർക്കിപ്പോൾ എവിടെയാണ് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇവരായാലും നല്ല വേഗതയിൽ ഇങ്ങനെ ഓടുന്നു. ഓടി ഈ ഒരു കാട് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വലിയ കുഴിയാണ്, അപ്പുറത്ത് മറ്റൊരു മലയുണ്ട്. അപ്പൊ നടുവിലൂടെ ഒരു പാലവും. അങ്ങനെ ഇവരെല്ലാവരും ഓടി ആ ഒരു പാലത്തിനടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഇവരോട് പറയും നിങ്ങൾ ഈ ഒരു പെണ്ണിനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയിക്കോ, ഞങ്ങൾ എന്തായാലും വരാം, എന്നിട്ട് പാലം സംരക്ഷിക്കണം എന്നും പറഞ്ഞ് എല്ലാവരും അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ട് ഹീറോയുടെ അമ്മാവൻ ഗ്രിമ്മ് അതേപോലെ തന്നെ വേറെടുത്തൻ ഇവർ മൂന്നുപേരും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്നതും വില്ലന്മാർ ഓടി വരുന്ന സമയത്ത് നമ്മുടെ ഗ്രിം അമ്മാവൻ ഹൾക്ക് അലറുന്നത് പോലെ വീണ്ടും അലറി വിളിച്ചിങ്ങനെ നിൽക്കുന്നു. നമ്മുടെ വില്ലനാണെങ്കിൽ കുറുക്കൻ ഓരിയിടുന്നത് പോലെ ഓരിയിട്ടിട്ട് വാടാ മക്കളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനിടയിൽ ഈ പാലം സംരക്ഷിക്കാനായിട്ട് നിന്ന് ഒരുത്തൻ താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യാണ്. അതേസമയം നമ്മുടെ ഗ്രിം അമ്മാവനാണെങ്കിൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, മരിക്കുന്നതിന് മുന്നേ രണ്ടുപേരെ കൊന്നിട്ടേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ച് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വിടും. ഒറ്റച്ചാട്ടം താഴേക്ക് പോകുമ്പോഴും ഗ്രിമ്മ് വാളുകൊണ്ട് കൂടെ വീഴുന്നവനെ വെട്ടുന്നുണ്ട്. അതേസമയം മുകളിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരുപാട് നേരം അവരോട് ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോ ഈ ഒരു പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ ഒരു പാലം കട്ട് ചെയ്തങ്ങ് വിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇപ്പുറത്തേക്ക് വരാൻ കഴിയത്തില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആ കിളി പറന്ന ജോർഡൻ എന്ന് പറഞ്ഞ അവൻ, ഹീറോയിൻ, ജോർദൻ, പിന്നെ ആർച്ചർ, നമ്മുടെ ഹീറോ, ഇങ്ങനെ ഒരു 5 പേര്. എന്നിട്ട് ഇവരെല്ലാവരും നേരെ പോകുന്നത് ആ ഒരു ബോട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. അതേസമയം നമ്മുടെ വില്ലനും ടീമും കുറച്ച് ദൂരെയായിട്ട് ഏതോ ഒരു കൃഷിക്കാരൻ കുറച്ച് കുതിരയെ വളർത്തുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുതിരകളെല്ലാം മോഷ്ടിച്ച് ഇവരും ഇവരുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും നടന്നിങ്ങനെ പോവാണ്. എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഹീറോയും കാല് തെറ്റി താഴേക്ക് വന്ന് വീഴുന്ന സമയത്താണ് അവൾ 2 കൈയും താഴെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വില്ലന്മാര് കുതിരപ്പുറത്ത് ഇവിടേക്ക് വരുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. എല്ലാവരും ഇപ്പോൾ വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. പക്ഷേ ഇവർ കടലിന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് ദൂരം പോകണം. അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല ഇവരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് നമ്മുടെ ഹീറോ പറയും ശരി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് ഒരു പൊളിഞ്ഞ വീടുണ്ട് അതിനടുത്തായിട്ട് വന്ന് നിന്ന് അവരോടിപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവാണ്, വേറെ വഴിയില്ലാന്നും പറഞ്ഞ് അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും നമ്മുടെ വില്ലനും ടീമും ഇവിടേക്ക് വന്നു. എന്നിട്ട് ചുറ്റിന് നിന്ന് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു വില്ലനും ഫൈറ്റ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ ആർച്ചറിനെ വില്ലന്റെ അനിയൻ വാളുകൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഈ ഒരു ദേഷ്യം കാരണം നമ്മുടെ ജോർഡൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കിളി പറഞ്ഞവനുണ്ടല്ലോ, അവനിപ്പോൾ നേരെ ആ ഒരു വില്ലന്റെ അനിയന്റെ അടുത്തേക്ക് വന്ന് അവൻ നല്ലതുപോലെ അടിച്ച് താഴേക്കിട്ട് മുട്ടുകുത്തി ഇരുത്തി അവന്റെ കഴുത്ത് 2 വാളും വെച്ച് അറുത്തങ്ങ് വിടുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ആ ഒരു വില്ലന് ദേഷ്യം വന്ന് പിടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഹീറോ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം നേരെ വന്ന് വീഴുന്നത് ഒരു ചതുപ്പിലേക്കാണ്. ചതുപ്പിൽ വന്ന് വീണിട്ട് രണ്ടുപേരും ഫൈറ്റ് നിർത്തുന്നില്ല. ഒരവസരത്തിൽ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന അടുത്ത് കിടക്കുന്ന ഒരു കത്തിയുണ്ട്, അതെടുത്ത് വില്ലന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കൂത്ത്. അങ്ങനെ ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്ന വില്ലൻ
ഞാൻ ചത്താലും നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയെ പിടിച്ച് ആ ഒരു ചതുപ്പിലേക്ക് താഴ്ന്നു പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം വേറെ ആരും അങ്ങനെ കാണുന്നില്ല. ഹീറോ ആണെങ്കിൽ പകുതിയും മുങ്ങിപ്പോയി. അതേസമയം നമ്മുടെ ഹീറോയും പെട്ടെന്ന് വന്നിട്ട് ഹീറോയുടെ കയ്യിൽ പിടിച്ച് അവനെ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നു. മുകളിലേക്ക് കയറി ഇരിക്കുമ്പോൾ മൊട്ടത്തലയും വീണ്ടും ചതിട്ടില്ല. അതിനകത്തുനിന്ന് വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ ചാടി വരുന്നതും നമ്മുടെ ജോർജ് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് അവന്റെ കയ്യിൽ മൂർച്ചയുള്ള ആ ഒരു ആയുധം എടുത്തൊരു ഒറ്റയേറ് മൊട്ടയുടെ നെഞ്ചിലേക്ക് കയറി മൊട്ട ഇപ്പോൾ പൂർണ്ണമായിട്ടും മരിക്കുകയും ചെയ്യാണ്. അതുമല്ല മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമ്മാവൻ ഗ്രിം ഉണ്ടല്ലോ, അവനിപ്പോ എവിടുന്നോ വന്ന് ഇവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ എല്ലാം ചോദിക്കുന്നുണ്ട്, ഹേയ് അമ്മാവൻ നിങ്ങൾ ചത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാനോ പെട്ടെന്നൊന്നും ചാവത്തില്ല എന്നെല്ലാം പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം കൊല്ലുകയും ചെയ്തു. അതുമല്ല നമ്മുടെ ആർച്ചർ മരിച്ചത് കൊണ്ട് എല്ലാവർക്കും നല്ല വിഷമുണ്ട്. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. ബാക്കി 4 പേരുമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആ ഒരു കടലിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നതും ഈ കടലിന് താഴെയായിട്ട് അത് ഒരു ഉയരമുള്ള ഭാഗമാണ്. ആ കടലിന് താഴെയായിട്ട് ഒരു ബോട്ടുണ്ട്, അതെടുക്കണം. അതുമല്ല തിരമാലയാണെങ്കിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയാണ് കുഴി പാറ എന്നത് നല്ലതുപോലെ ഇവർക്ക് അറിയാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ കടലിലേക്ക് ചാടിയിട്ട് അവിടെ ചെറിയൊരു ഗുഹയുണ്ട്, അതിനകത്ത് കയറിയിട്ട് വേണം ആ ഒരു ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു രാജാവുണ്ടല്ലോ, അയാൾ മൊത്തം പടയുമായിട്ട് ഇവിടേക്ക് വരികയാണ്. ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ രാജാവും ടീമും ഇവിടേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രിം ആണെങ്കിൽ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി വീണ്ടും ആൾക്കിനെ പോലെ അലറി വിളിച്ചിട്ട് വാടാ ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ താഴേക്ക് നമ്മുടെ ഹീറോയിൻ നോക്കുന്ന സമയത്താണ് താഴെ വീണ ഹീറോ ഉണ്ടല്ലോ, വെള്ളത്തിൽ വീണ ഹീറോയ്ക്ക് ഒരു കുഴപ്പമില്ല. അവനിപ്പോൾ ആ ഒരു ബോട്ടും എടുത്ത് അവിടേക്ക് ഇങ്ങനെ വരുന്നതും ഇത് കാണുന്ന നമ്മുടെ ഹീറോയിൻ ബോട്ട് വന്നെന്ന് പറഞ്ഞ് എടുത്തൊരു ഒറ്റച്ചാട്ടം. അപ്പോഴേക്കിനി ബാക്കിയുള്ളത് നമ്മുടെ ഗ്രിം, ജോർഡ് പിന്നെ ജോർദാൻ എന്ന് പറഞ്ഞ ആ ഒരു മൊട്ട. അപ്പോൾ ഇവർ രണ്ടുപേരും ഗ്രിമ്മിനോട് പറയും ബോട്ട് വന്നു വാ പോവാന്ന് പറയുമ്പോൾ അയാൾ പറയും ഇനി കുഴപ്പമില്ല ഞാൻ രണ്ടുപേരെ കൊന്നിട്ടേ വരുവോളെന്ന് പറയുന്നതും വേറെ വഴിയില്ലാതെ നമ്മുടെ അമ്മാവനെ പിടിച്ചിട്ട് ഒരു ഒറ്റ ചാട്ടം താഴേക്ക്. അതിനു മുന്നേ തന്നെ നമ്മുടെ രാജാവും പടയാളികളും വിട്ട ആ ഒരു അമ്പ് ഇവരെ കുത്താനായിട്ട് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഇവരെന്തായാലും ആ ഒരു വെള്ളത്തിലേക്ക് വീണ് ഒരു വിധത്തിൽ ആ ഒരു ബോട്ടിൽ കയറി എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് കാണാം. അതുവരേക്കും ബൈ.